നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അതിമനോഹരമായ ഒരു സ്ഥലത്താണ്. ഇവിടെ ബോട്ട് ജെട്ടി ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇവരോട് ചോദിച്ചറിയാം. ഈ സ്ഥലത്തിന് പ്രത്യേകം പറയുന്ന പേരെന്താണെന്ന് പറഞ്ഞു? ഇത് പാവോൽ എന്നാണ് ഇവിടേക്ക് പറയാ. പാവോൽ റോഡ് ചിറക്കുഴിയാണ് ശരിക്കുള്ള ചിറക്കുഴിയാണ്. പറമ്പത്തുനിന്ന് പാവോൽ റോഡ്, പിന്നെ ചിറക്കുഴി, അങ്ങനെയാണ്. അത്തോളി അടുത്ത്. ഇവിടെ പിന്നെ എത്ര ബോട്ട് ഉണ്ട് ഇതിനകത്ത്? 5 എണ്ണം. 5 ബോട്ട്. നാലാക്ക് കയറുന്ന 2-3 ബോട്ടും സിംഗിൾ ആയിട്ടുള്ള ഒരാളും ഒരു ബോട്ട്, അതുപോലെ 2 ആൾ പോകുന്ന എല്ലാം പെഡലാണല്ലേ? പെഡല് ചവിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്ക് ഇതിപ്പോ എങ്ങനെയാ? ഫിഷറീസിന്റെ ആണോ? ഫിഷറീസിന്റെതാണ്. ടൂറിസത്തിന്റെ ഭാഗമായിട്ട് 5 വനിതകൾക്ക് നൽകിയ ഒരു പ്രൊജക്റ്റ് ആണിത്. എത്ര വനിതകളുണ്ട് പറഞ്ഞത്? 5 ആളായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 ആളാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഇൻകം ഒക്കെ നിങ്ങൾക്കുള്ള തന്നെയാണ്? അതോ ചെറിയൊരു ലോൺ ഉണ്ട്. ഫിഷറീസിലേക്ക് പോവില്ല. ഒരു ലോൺ ഉണ്ട്. അത് കഴിഞ്ഞാല് ഞങ്ങള്. ശരി. ഇത് രാവിലെ എത്ര മണിക്ക് തുടങ്ങും? ഇത് 3 മണി മുതൽ 6 മണി വരെ. വൈകുന്നേരം? വൈകുന്നേരം. രാവിലെ ഞങ്ങളങ്ങനെ 3 മണി മുതൽ 6 മണി. ഞായറാഴ്ച ഉണ്ടാവും. തിരക്കുണ്ടോ ഇവിടെ? എങ്ങനെ ആൾക്കാർ? ശനി ഞായറൊക്കെ നല്ല തിരക്കുണ്ടാവും. എത്ര മിനിറ്റ് ആണ് നിങ്ങൾ ഇതിനകത്ത്? 20 മിനിറ്റ് ആണ്. പിന്നെ ഞങ്ങള് 20 മിനിറ്റ് റെഡിക്കൊന്നും വിളിക്കാറില്ല. ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരാൾക്ക് വലിയവർക്ക് 40-ഉം കുട്ടികൾക്ക് 20-ഉം ആണ് റേറ്റ്. ഇങ്ങനെയാണെങ്കിലും ലൈഫ് ജാക്കറ്റ് എല്ലാ റൂൾസും പാലിച്ചല്ലേ. ഇതിപ്പോ കോഴിക്കോട് കണ്ണൂർ ബൈപ്പാസ് അല്ലേ? അവിടുന്ന് അത്തോളിയിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു വന്നിട്ട് അവിടുന്ന് പറമ്പത്തുനിന്ന് പാവോൽ റോഡിന് പാവയിൽ ചേർപ്പ് എന്നാണ് പേര്. പാവോൽ ചേർപ്പ്. ഈ ചേർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷട്ടർ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അവിടെയാണ് ഈ ചേർപ്പ് എന്ന് പറയുന്നത്. അകലാപ്പുഴ ഈ പുഴയുടെ പേരാണ്. അകലാപ്പുഴ. പിന്നെ ഇവിടെ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വള്ളംകളി നടക്കലുണ്ട്. വള്ളംകളി ഉണ്ടാവും. അത് ഏത് മാസത്തിലാണ്? ഏപ്രിൽ മാസം. ഏപ്രിലിൽ. അപ്പൊ നമുക്ക് ഒരു ബോട്ടിങ് നോക്കാം അല്ലേ? വരൂ. ഈ അകലാപ്പുഴ എന്ന് പറയുന്നത് ഏത് പുഴയുടെ ഭാഗമായിട്ട് വരും? ഇത് കോരപ്പുഴ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരിക. കൊർക്കാട്ടി പുഴ എന്നാണ് പിന്നെ ഇങ്ങോട്ടും പറയാം. ഇത് പിന്നെ ഒഴുക്ക് കുറഞ്ഞ ഏരിയ. ഇവിടെ ഒഴുക്ക് കുറഞ്ഞ ഏരിയ ആണ്. ഗവൺമെന്റ് തന്നുകൊണ്ട് എല്ലാ റൂൾസും സേഫ്റ്റി നോക്കിയിട്ടല്ല തരുക. അതൊക്കെ അപ്പുറയാണ് കുറച്ച് ഒഴുക്കുള്ള സ്ഥലം, ഓളമുള്ള സ്ഥലമൊക്കെ. ഇവിടെ ഓളമൊക്കെ കുറവാണ്. എല്ലാം ഇത് ഇടണം നിർബന്ധമുണ്ടോ? കൈ പിടിച്ചാ പോരല്ലേ? അപ്പൊ നമ്മളെല്ലാവരും ഈ അകലാപ്പുഴയിലെ മനോഹാരിത ഒന്ന് ആസ്വദിക്കണല്ലോ. ഇനിയിപ്പോ അഥവാ ഞാനൊക്കെ നീന്തൽ അറിയാത്ത ആളാണ്, അപ്പൊ ഒന്ന് വിളിക്കണമെങ്കിൽ. സൂമിംഗ് ലെൻസിന്റെ ബോട്ടിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സൂമിംഗ് ലെൻസിന്റെ ആദ്യത്തെ ബോട്ട് യാത്രയാണ്. ഇത് ആദ്യം അറിയപ്പെടാത്ത ഒരു ബോട്ട് ജെട്ടിയാണ് അകലാപ്പുഴ. അപ്പൊ നമ്മുടെ ചാനലിലൂടെ ഇതെല്ലാവർക്കും ഒന്ന് അറിയുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല തിരക്കുണ്ടാവാറുണ്ടോ? സുരേട്ടനാണ് ഇങ്ങനെ ചവിട്ടണത്, വണ്ടി നീങ്ങിക്കൊണ്ടേയിരിക്കണേ. ഇത് എത്ര കാലമായി ഇവിടെ ബോട്ടിങ്? 1 വർഷം കഴിഞ്ഞു. അത്രേ ഉള്ളൂ അല്ലേ? ശരി. ഇല്ല. ഇവിടെ എങ്ങനെ വെള്ളം വന്ന റോഡിലേക്ക് പൊങ്ങോ? ഇല്ല, ഇവിടെ അല്ല. ആദ്യം ആ പുഴ, ഇപ്പം പിന്നെ അത് നന്നാക്കി. കുറച്ചുകൂടെ പണിയുണ്ട് അത് ചെയ്യാനുള്ള. ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഇല്ല, ഇവിടെ ഒന്നും മുങ്ങിയിട്ടില്ല. അല്ലേ? ഇല്ല.
ഇവിടെ മീൻപിടുത്തം എന്ന് പറയുന്നത് ബോട്ടിൽ തന്നെയാ എങ്ങനെയാ? അല്ല, തോണിന്റെ അകത്തിട്ട് വല തണ്ടാടി ചെയ്യും. പുഴമീൻ. അല്ല, ഇത് ഈ സമയത്തായതുകൊണ്ട് നമുക്ക് ചൂടില്ല, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ലൊരു കാലാവസ്ഥയല്ലേ ഈ സമയത്ത്. ആ, അല്ല നമ്മൾ ഈ മോട്ടർ വെച്ച ബോട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ അറിയോ, നമ്മൾക്ക് പെട്ടെന്ന് എല്ലാം കൂടി ഏത് നോക്കണം ഇതിങ്ങനെ പോകുമ്പോൾ നമുക്ക് വിശാലമായിട്ട് ആസ്വദിച്ച് കണ്ട് സമയം അത് ഞങ്ങളൊരു ഏരിയ വെക്കുന്നതാ. ആ ഏരിയ വരെയാണ് പോവുള്ളൂ. പിന്നെ അവിടേക്ക് കിടക്കുമ്പോൾ ചിലപ്പം കാറ്റുള്ള ടൈം ആണെങ്കിൽ ബോട്ട് ഇങ്ങനെ നീങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഏരിയ ട്രാക്ക്. ആ പേര് അതിലുണ്ടായിരുന്നത്. അപ്പൊ ഒരാള് പ്രഗ്നന്റ് ആയത് കാരണം അവര് ഒഴിവായി. പിന്നെ ഒരാൾക്ക് ജോലി കിട്ടി, അവരും പോയി. ഇപ്പൊ ഞങ്ങള് 3 ഇത് നടത്തുന്നത്. അല്ല, സർക്കാരിന്റെ ഫിഷറീസില്. ഇവിടെ എങ്ങനെ കണ്ടൽ ചെടികളുണ്ടോ അതിനകത്ത്? അതാ ഈ സൈഡിൽ കാണുന്നൊക്കെ അല്ലേ? അതാ അവിടെ അതാ നല്ല കാടുകളല്ലേ. ഈ ഒരു ഏരിയ തന്നെയാണിത്, പുറത്തേക്കൊന്നുമില്ല. കണ്ടൽക്കാടിന്റെ സൈഡിലാണ് കാണുന്നത്. ഡ്രൈവറാണ് കാറിന് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മള് പോവേണ്ട ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചു കൊടുക്കുക. കൺട്രോൾ ചെയ്യുന്നത് ഈ ചേച്ചിയാണ്. ഇത് പോവേണ്ട ഓപ്പോസിറ്റ് സൈഡ് തിരിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് പോകും. അതെ അതെ. കിളി ചുണ്ടൻ തോണി അമ്മാന കളിത്തോണി അലക്കത്ത് തോണി കിളിക്കത്ത് തോണി അരഞ്ഞാണ പടി വരെ മയിൽ പീലി നെയ്തോ ചെയ്തോ 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 ചെയ്തോ. മുത്തുമണിപ്പാളും പൂവെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിമ്പൂവള്ളം കോലത്തു നാട്ടിലെ കോവിലകത്തമ്മയെ താലി കെട്ടിക്കൊണ്ട് പോരണ കല്യാണവള്ളം മുത്തുമണിപ്പാളും പൂവെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിമ്പൂവള്ളം ചെങ്കുളത്താറ്റിൽ ചുരിക കൊണ്ടേറിയുന്നു രംഗച്ചേകവരെ ചെങ്കുളത്താറ്റിൽ ചുരിക കൊണ്ടേറിയുന്നു രംഗച്ചേകവരെ എത്താത്തോർത്തു മുലക്കച്ചയാക്കിയ മുത്തുക്കിളി മകളെ കൂടെ പോന്നാട്ടെ അങ്കവും കാണാം പൂരവും കാണാം വേളിപ്പെണ്ണിനെ കൊണ്ടും പോരാം മുത്തുമണിപ്പാളുങ്കു വെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിമ്പൂവള്ളം കോലത്തു നാട്ടിലെ കോവിലകത്തമ്മയെ താലി കെട്ടിക്കൊണ്ടു പോരണ കല്യാണവള്ളം മുത്തുമണിപ്പാളുങ്കു വെള്ളം പുഴയിലെന്റെ കൊത്തുപണിക്കരിമ്പൂവള്ളം. നമുക്ക് ശബ്ദം പറയാൻ ബുദ്ധിമുട്ടോ? അത് ഉണക്കില്ല. അയ്യോ, ഇത് 2 പഞ്ചായത്ത് കൂടി വരുന്നൊരു സ്ഥലമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കലക്കത്തൂർ പഞ്ചായത്ത്, പക്ഷേ ഈ പുഴ വരുന്നത് ചേർന്നൂർ പഞ്ചായത്തിലാണ്. പുഴയ്ക്ക് 2 അവകാശികളാണ്. അതെ, 2 അവകാശികളാണ്. അത് അധികം അറിയപ്പെട്ടിട്ടില്ല ആളുകൾ. ഞങ്ങൾ ഇവിടെ 1 വർഷമായിട്ടേ ഉള്ളൂ, ആയിട്ടുള്ളൂ.
ഫെസ്റ്റിനൊക്കെ ഞങ്ങൾക്ക് നല്ല ആളുണ്ടാവും. ആണല്ലേ ഇവിടെ ഒരു പാവേൽ ഫെസ്റ്റ് വരാണ്ട് ഏപ്രിൽ മാസത്തിൽ, ആ. അന്ന് നല്ല ആളുണ്ടാവും. പിന്നെ വെക്കേഷൻ ടൈമിനൊക്കെ ആളുണ്ടാവലുണ്ട്. സൂമിംഗ് ലെൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സൂമിംഗ് ലെൻസ് ബൈ MR സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ബൈ.